ഒന്ന് ഈ വർഷം കിട്ടിയത് യുവ പ്രതിഭാ പുരസ്കാരമാണ്. സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ യുവ പ്രതിഭാ പുരസ്കാരം. കഴിഞ്ഞ തവണ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ്. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ തേടിയെത്തിയ ഷിബ്നയാണ്. രാവിൻ്റെ നീലക്കടോടിക്കടന്ന് കുതിര പോയി നിന്നാനേ ഇറങ്ങി രാഗം നിറഞ്ഞ ഹുസ്നുൽ ജമാലിൻ്റെ കൽബ് പിടഞ്ഞാളേ. അത് സത്യം പറഞ്ഞാൽ ഈ എൽ പി സ്കൂൾ എന്നെ സംബന്ധിച്ച് വലിയൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നീട് അതിൻ്റെ ശേഷം വന്നിട്ടുള്ള സ്കൂളുകളിലൊന്നും ഈ പറഞ്ഞ പോലെ കലോത്സവങ്ങളിൽ ഒതുങ്ങി നിന്നു എന്നല്ലാതെ പുറത്തേക്ക് അതെ അതെ ഒരു വലിയൊരു ക്രൗഡുള്ള പ്ലേസിൽ പാട്ട് പാടുക എന്നുള്ളതൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എനിക്കില്ല. ഞാൻ ഈ മാപ്പിളപ്പാട്ട് പാടി വന്നു. ഇപ്പം എനിക്ക് മാപ്പിളപ്പാട്ട് ട്രെയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നിൽക്കും നാളിൽ നബി ചൊക്കർ ചന്ദ്രൻ അലൈത്തത് ഇന്ത്യ മലയാളമിൽ നിണ്ട് കണ്ട ചബിത് എണ്ട് കൊണ്ടണവേ തേടി നാടി പതിചേരമാൻ. പഴയതും ഇപ്പോൾ അതേ രീതിയിൽ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ രചയിതാക്കളാണെങ്കിലും ഒരുപാട് പേര് നല്ല രീതിയിൽ പാട്ടുകൾ എഴുതുന്ന, നല്ല പ്രാസങ്ങൾ ഒപ്പിച്ചിട്ടൊക്കെ പാട്ടുകൾ എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ പാട്ടുകളും നല്ല അടിപൊളി പാട്ടുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂച്ചെടി പൂവിൻ്റെ മൊട്ട് പറിച്ച് കാതിൽ കമ്മലിട്ട് ഉച്ചവേലിൽ സാക്ഷിയായി കഴിഞ്ഞ കാനൂത്ത് അന്ന് രാജറാണിയായി കളിച്ചതോർത്തിടുന്നുണ്ടോ? സംസ്ഥാന സർക്കാരിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നേടിയ കോട്ടക്കൽ സ്വദേശിയായ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവർ കുറേ കാലങ്ങളായിട്ട് ഈ രംഗത്തുണ്ടെങ്കിലും പുറത്തേക്ക് മുഖ്യധാരയിലേക്ക് എന്തുകൊണ്ടോ എത്തപ്പെടാതെ പോയ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കലാകാരി. ഒന്ന് ഈ വർഷം കിട്ടിയത് യുവ പ്രതിഭാ പുരസ്കാരമാണ്. സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ യുവ പ്രതിഭാ പുരസ്കാരം. കഴിഞ്ഞ തവണ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ്. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ തേടിയെത്തിയ ഷിബ്നയാണ്. അവർ കോട്ടക്കൽ സൂപ്പി ബസാറാണ് അവർ വീട്. അവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇപ്പോൾ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ സംസ്ഥാന സർക്കാരിന്. നേരത്തെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ്, ഇത്തവണ യുവ പ്രതിഭാ പുരസ്കാരം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കോട്ടക്കൽ എന്നുള്ള നാട്ടിലാണെങ്കിലും കോട്ടക്കൽ എന്തോ ഇങ്ങനൊരു കലാകാരിയെ കുറിച്ച് ആർക്കും അറിയില്ല? അത് സത്യം പറഞ്ഞാൽ ഞാൻ വളർന്ന് വന്നത് ഈ ഫീൽഡിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കലോത്സവം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ കോട്ടക്കൽ ഞാൻ PKM-ലാണ് ഹൈസ്കൂൾ പഠിച്ചത്, ഹയർ സെക്കൻഡറി രാജാസിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെയൊക്കെ പഠിച്ച സമയത്ത് ഒപ്പന മാപ്പിളപ്പാട്ടിലൊക്കെ നമ്മൾ പങ്കെടുത്ത് പ്രൈസസൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ അത് ന്യൂസ് പേപ്പറിലൊക്കെ വരും എന്നല്ലാതെ പിന്നീട് പുറത്തേക്ക് ഒരു സ്റ്റേജ് ഷോ ആയിട്ടോ അങ്ങനത്തെ പ്രോഗ്രാമിലേക്കൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഹയർ സ്റ്റഡീസൊക്കെ കോഴിക്കോടായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതായിരിക്കും മേ ബി ഇവിടെ കുറച്ച് അറിയാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രൈമറി വിദ്യാഭ്യാസം അതെ അതെ, അതിവിടെ നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളിലാണ് പഠിച്ചത്, PMS PTM LP സ്കൂൾ. അവരാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും. ഇപ്പോഴും നിലവിലും ഏതൊരു പ്രോഗ്രാമിനും അതുപോലെ ഏതൊരു അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് അവരാണ് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു 8th പഠിക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാം പങ്കെടുത്ത് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നും ഇവിടുന്ന് ഈ സ്കൂളിൽ നിന്നൊരു ആദരവ്, അതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 തവണയും ആദരവ് തന്നിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഈ LP സ്കൂൾ എന്നെ സംബന്ധിച്ച് വലിയൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നീട് അതിൻ്റെ ശേഷം വന്നിട്ടുള്ള സ്കൂളുകളിലൊന്നും ഈ പറഞ്ഞ പോലെ കലോത്സവങ്ങളിൽ ഒതുങ്ങി നിന്നു എന്നല്ലാതെ പുറത്തേക്ക് അതെ അതെ. പക്ഷേ അവിടെയുള്ള അധ്യാപകർ, അതായത് നമ്മളെ ഇന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ഒപ്പനൻ്റെ അധ്യാപകനാണ് ഇന്നും നമുക്ക് ഒപ്പനയിലേക്ക് ഉള്ളൊരു വെളിച്ചം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇപ്പോഴും എന്നെ മാപ്പിളപ്പാട്ട് പഠിപ്പിക്കുന്നതായാലും ഒപ്പന പഠിപ്പിച്ചിരുന്നതായാലൊക്കെ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഗുരുക്കന്മാർ തന്നെയാണ്, ഈ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ ഗുരുക്കന്മാരുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആ കുറേ ഗുരുനാഥന്മാരുണ്ടാവുമല്ലോ. അപ്പോൾ ആരെയാണ് കൂടുതലായിട്ട് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുമല്ലോ? അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്ന? സത്യം പറഞ്ഞാൽ എല്ലാവരും
ഞാൻ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ്. എന്താ വെച്ചാൽ ഓരോരുത്തരും എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവരും ഞാൻ അതിൻ്റേതായിട്ടുള്ള ഓരോരോ ടൈമിൽ നമ്മളെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഗുരുക്കന്മാരാണ്. പക്ഷേ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ താത്തമാരാണ് എനിക്ക് പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഫസ്റ്റായിട്ട് ഞാനിവിടെ ഒരു തിരൂർ ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കർണാട്ടിക് മ്യൂസിക്കിന്. അന്ന് ഫിറോസ് ബാബു സാറിൻ്റെ ട്യൂൺസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവിടെ മോനകൃഷ്ണൻ സാറാണ് കർണാട്ടിക് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് കാലമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷന് വന്നു. പിന്നെ അതിന് ശേഷം ഹൈസ്കൂളിലെത്തിയ സമയത്താണ് അബ്ദുള്ള എടരിക്കോട് എന്ന് പറയും, എൻ്റെ ഒപ്പനൻ്റെ ആദ്യ ഗുരുക്കളാണ്. അതുവരെയൊക്കെ നമ്മൾ ഒപ്പന കളിച്ചിരിക്കണമെന്നുണ്ടെങ്കിലും പക്ഷേ ഉപ്പ ആ സമയത്ത് ഗൾഫിൽ അല്ല ആള് നാട്ടിലുള്ള ആളാണ്. ഇപ്പോഴും ഒപ്പന ഫീൽഡിലുള്ള ആൾ തന്നെയാണ്. ഒപ്പനയിലെ ഒരു പ്രധാനപ്പെട്ട ഗുരുക്കളാണ്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഫസ്റ്റ് ഗുരുനാഥൻ ഒപ്പനയിൽ. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം മാപ്പിളപ്പാട്ടിന് റഷീദ് മോങ് എന്ന് പറയും സാറാണ് എന്നെ മാപ്പിളപ്പാട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഷഹർബാൻ എന്ന് പറയും അവർ. പിന്നെ അതുപോലെ ജാബിർ കണ്ണൂർ, ഒരുപാട് പേര്. പിന്നെ നമുക്ക് സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെ അടുത്ത് പറയാൻ പറ്റില്ല, ഒരുപാട് പേരുണ്ട് സുഹൃത്തുക്കൾ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈവൻ എന്തൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും ഈവൻ ഇതുപോലത്തെ അവാർഡ്സിനാണെങ്കിലൊക്കെ നമ്മൾ പിന്തുണക്കാൻ ഒരുപാട് സപ്പോർട്ടീവ്സ് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഫീൽഡിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഗുരുക്കന്മാരെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള കുറച്ച് ആൾക്കാർ അവരൊക്കെയാണ്. രാവിൻ്റെ നീലക്കടോടിക്കടന്ന് കുതിര പോയി നിന്നാനേ ഇറങ്ങി രാഗം നിറഞ്ഞ ഹുസ്നുൽ ജമാലിൻ്റെ കൽബ് പിടഞ്ഞാളേ ബദറുൽ മുനീർ എന്ന ചിന്തയിൽ ബന്ധപ്പെട്ടാളെ തിരഞ്ഞാനേ അന്നേരം കുതിരപ്പൂരത്തബൂസിയാതിനെ കണ്ട് ബോധക്കിടായാനേ രാവിൻ്റെ നീലക്കാടോടിക്കടന്ന് കുതിര പോയി നിന്നാനേ ഇറങ്ങി രാഗം നിറഞ്ഞ ഹുസ്നുൽ ജമാലിൻ്റെ കൽബ് പിടഞ്ഞാനേ. ഈ കർണാടക സംഗീതം, ശാസ്ത്രീയ സംഗീതം, അതാ മറ്റേ ശാസ്ത്രീയമായിട്ടാണോ പഠിച്ചിട്ടുള്ളത്? അത് ഒരു ഗുരുനാഥൻ വഴി തന്നെ പഠിച്ചതാണ്? അങ്ങനെ പഠിക്കണം താല്പര്യം കൊണ്ട് തന്നെ പഠിച്ചതാണ്? ശാസ്ത്രീയ സംഗീതം എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു പഠിക്കാൻ. പക്ഷേ നമുക്ക് ഇവിടുന്ന് തിരൂർ വരെ പോയി വരിക എന്നുള്ളത് അന്നത്തെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് പറഞ്ഞാൽ അന്ന് എനിക്ക് എൻ്റെ ഉപ്പ നാട്ടിലുണ്ടായിരുന്ന സമയത്താണ് എന്നെ സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഉപ്പാൻ്റെ ഒരു മരണശേഷം എനിക്ക് അങ്ങനെ കൊണ്ടുവരാനും ഒരാളുണ്ടായിരുന്നില്ല. അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ്. അതിനിടയ്ക്ക് ഞാൻ ഒരു ഗുരുനാഥൻ്റെ പേര് വിട്ടുപോയിട്ടോ. എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് നമുക്ക് അത്രയും അറ്റാച്ച്ഡ് ഉള്ള ഒരു ഗുരുനാഥനാണ് ഷിഹാബ് മാഷ് എന്ന് പറയും. അദ്ദേഹമൊക്കെ കോഴിക്കോടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഷിഹാബ് മാഷ് കോഴിക്കോടുള്ളതാണ്. അങ്ങനെ ഒരുപാട് കോഴിക്കോടുള്ള ഗുരുക്കന്മാരും നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ളതുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ബാപ്പയാണ് ഇങ്ങനെ ഇതിനെ കൊണ്ടുവരുന്നത്, പഠിക്കാനൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ ബാപ്പയുടെ മരണം ആണ് വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഇനി സാമ്പത്തിക അങ്ങനെ ഒരു പ്രയാസം കാരണമൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ അതല്ലായിരുന്നു പ്രശ്നം. ഈ ഒരു നമ്മൾ സമൂഹത്തിൽ അറിയാലോ, മുസ്ലിംസ് പെൺകുട്ടികൾ പാട്ട് പാടുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം ആയിരുന്നൊരു കാലഘട്ടമായിരുന്നു. ആ സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഉപ്പ ഉണ്ടാകുന്ന സമയത്ത് ഉപ്പാൻ്റെ മാത്രം സമ്മതം, അതുപോലെ ഉപ്പ മാത്രം സപ്പോർട്ട് ചെയ്താൽ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ആ സമയത്ത് നമുക്ക് ഫാമിലീസും അതുപോലെ ചുറ്റുപാടൊക്കെ എന്ത് പറയും എന്ന് ചിന്തിക്കുന്ന ഒരു ഫാമിലി ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ സമയത്തൊന്നും ഇവിടെ ചുറ്റുഭാഗത്തൊന്നും നമ്മൾ പാട്ടുപാടിയൊന്നും ഫേമസ് ആവാതെ പോയത്. ഇവിടെ കോട്ടക്കലൊക്കെ പ്രോഗ്രാമുകളൊന്നും ഉണ്ടായിട്ടില്ല. കോട്ടക്കലിലൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ പ്രോഗ്രാമുകൾക്കൊന്നും പങ്കെടുത്തില്ല. കലോത്സവങ്ങൾക്ക് എല്ലാത്തിനും പങ്കെടുക്കാറുണ്ട്. സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ്, അത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഏത് ജില്ലയിലാണെങ്കിലും പങ്കെടുക്കും. പക്ഷേ പുറത്ത് പ്രത്യേകിച്ച് ഒരു പരിപാടി, അങ്ങനെ ഒരു റിയാലിറ്റി ഷോയോ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും പ്രോഗ്രാംസോ അങ്ങനെയൊന്നും ഞാൻ പങ്കെടുക്കാറേ ഇല്ല. മേ ബി എനിക്ക് ചിലപ്പോൾ അങ്ങനൊരു ഒരു വലിയൊരു ക്രൗഡുള്ള പ്ലേസിൽ പാട്ട് പാടുക എന്നുള്ളതൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എനിക്കില്ല. ഞാൻ ഈ മാപ്പിളപ്പാട്ട് പാടി വന്നു. ഇപ്പം എനിക്ക് മാപ്പിളപ്പാട്ട് ട്രെയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് കുട്ടികൾ എനിക്ക് ശിഷ്യന്മാരായിട്ടുണ്ട്.
അപ്പോൾ അവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോഴും നിലവിലും എനിക്ക് ഒരുപാട് ക്രൗഡ്സിൻ്റെ മുന്നിൽ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല. പെർഫോമർ എന്നതിലുപരിയായിട്ട് അതെ, ഒരു ട്രെയിനർ. അതെ, അതിനാണ് താല്പര്യം. അതെ. എന്താ വെച്ചാൽ എൻ്റെ ഗുരുനാഥന്മാരൊക്കെ ഇതുപോലെ നമുക്ക് ഒരു വഴികാട്ടി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും, പാട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ മുഖേന ഒന്ന് പാടാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞ എൻ്റെ എയിം. അതാണ്, ഒരു പെർഫോമർ ആവണം എന്ന് എനിക്ക് ഇപ്പോഴും ഒരു എയിമില്ല. കുട്ടികളെ അത് സാമ്പത്തിക ശേഷി കുറവായ കുട്ടികളെയൊക്കെ അത് നോക്കണ്ട, അത് സാമ്പത്തികം പ്രശ്നമാക്കാതെ പഠിപ്പിക്കുക. അതെ അതെ. ഇപ്പോൾ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കിട്ടിയ സമയത്ത് ഞാൻ തിരൂർ ബ്ലോക്കിൻ്റെ കീഴിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ സിറ്റുവേഷനിൽ എനിക്ക് ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ കൂട്ടായി വെട്ടം ഭാഗത്തൊക്കെ ഒരുപാട് ഈ കടലോര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും പാട്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് പറയുന്ന കുറേ കുട്ടികളും പാരൻസൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടിയിട്ടില്ല, പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നാണ് അതിൻ്റെ ഒരു എയിം ഉണ്ടായിരുന്നത്. അങ്ങനെ അത് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയി അതിൽ. ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് കുട്ടികളെ കൊണ്ടു നടക്കുന്നത്. കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് അവരുടെ ഫീസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അവരെ പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടാണ് പാടുന്നത്. നമ്മൾ നോർമലി കോമ്പറ്റീഷനൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന പാട്ടാണ്. നിൽക്കും നാളിൽ നബി ചൊക്കർ ചന്ദ്രൻ അലൈത്തത് ഇന്ത്യ മലയാളമിൽ നിണ്ട് കണ്ട ചബിത് എണ്ട് കൊണ്ടണവേ തേടി നാടി പതി ചേരമാൻ മക്കമിൽ നബിയുദിത്ത് പെരുമോജിസാത്തും വാർത്ത പരമാർത്ഥമായി മണ്ണിൽ ചോദി കതിർ പോൽ പരന്തകമറിന്ത് ഭേദരും ഒരുക്കമായി നിൽക്കും നാളിൽ നബി ചൊക്കർ ചന്ദ്രൻ അലൈത്തത് ഇന്ത്യ മലയാളമിൽ നിണ്ട് കണ്ട ചബിത് എണ്ട് കൊണ്ടണവേ തേടി നാടി പതി ചേരമാൻ. ഇതിൽ ഈ പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഗായികമാരാണെങ്കിലും ഗായകരാണെങ്കിലും ഒക്കെ പറയാം. അപ്പോൾ ആരുടെ പാട്ടുകളോടാണ് ഈ പഴയ പാട്ടുകളിൽ താല്പര്യം? ഇതിൽ കൂടുതലും എനിക്ക് താല്പര്യം മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളാണ്. പിന്നെ കുഞ്ഞായി മുസ്ലിയാരുടെ പാട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് പഴയ പാട്ടുകാരുടെ പാട്ടുകളാണ് ഇഷ്ടം. പിന്നെ വിയൻകുട്ടി മാഷ്, അങ്ങനെയൊക്കെ ഒരുപാട്. അതെ അതെ, അവരൊക്കെ വിളയിൽ ഫസീലൊക്കെ ഗായകരാണ്. ഞാൻ രചയിതാക്കളതിൽ അവരൊക്കെ പാട്ടുകളാണ്. ഈ പാട്ടുകൾ പഴയ പാട്ടുകൾ പാടുന്നത് ആരുടെ പാട്ടുകളായിരുന്നു കൂടുതൽ പാടിയിരുന്നത്? മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളാണ്. അതെ അതെ, ഏറ്റവും കൂടുതൽ പാടിയത്. ഗായകരിൽ സ്വാധീനിച്ച ആരെങ്കിലും ഉണ്ടോ? പാട്ടുകാരിൽ ഗായകരിൽ സ്വാധീനിച്ച ആൾക്കാരെന്ന് പറയുമ്പോൾ എരഞ്ഞോളി മൂസക്കൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളായിരുന്നു. പിന്നെ അതുപോലെ ഫസീലത്തിൻ്റെ പാട്ടുകൾ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പിന്നെ ഇപ്പോൾ പ്രാസം മറ്റൊന്നും ഒപ്പിച്ചതൊന്നുമല്ലല്ലോ പാടുന്നത്, എഴുതുന്നതൊന്നും. ഇപ്പോൾ ഈ പുതിയ തലമുറയിൽ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. എഴുത്തുകാരാണെങ്കിലും സംഗീതരാണെങ്കിലും ഗായകരാണെങ്കിലും ഒക്കെ പുതിയ എല്ലാ മേഖലയിലുള്ള മാറ്റം മാപ്പിളപ്പാട്ട് രംഗത്താണ്. അപ്പോൾ ഏതാണ് കൂടുതൽ നല്ലത്? അങ്ങനെ ഒരു തരംതിരിച്ച് കാണാം. അങ്ങനെ നമുക്ക് തരംതിരിച്ച് കാണല്ല, നല്ലത് എന്നുള്ളതല്ല, കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു ക്വാളിറ്റി പ്രാസങ്ങളൊക്കെ ഒപ്പിച്ച് അതിന്റെ ഒരു വൃത്തിക്ക് പാടുന്നതാണ്. പഴയതും ഇപ്പോൾ അതേ രീതിയിൽ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ രചയിതാക്കളാണെങ്കിലും ഒരുപാട് പേര് നല്ല രീതിയിൽ പാട്ടുകൾ എഴുതുന്ന, നല്ല പ്രാസങ്ങൾ ഒപ്പിച്ചിട്ടൊക്കെ പാട്ടുകൾ എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ പാട്ടുകളും നല്ല അടിപൊളി പാട്ടുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പാട്ടുകളിൽ തന്നെ കലോത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്ന പാട്ടുകൾ ഏറ്റവും കൂടുതൽ OM കരുവാരക്കുണ്ടാണോ? OM കരുവാരക്കുണ്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരുപാട് ബാപ്പുക്കുണ്ട്. പിന്നെ അതുപോലെ ബദർ മാഷ്, ഫൈസൽ മാഷ്, ഫസൽ മാഷ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് പുതിയ രചയിതാക്കളുണ്ട്. അവരുടെ പാട്ടുകളൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയ രചയിതാക്കളെ പാട്ടുകളുണ്ട്.
പൂച്ചെടിപ്പൂവിൻ്റെ മൊട്ട് പറിച്ച് കാതിൽ കമ്മലിട്ട് ഉച്ചവേലിൽ സാക്ഷിയായി കഴിഞ്ഞ കാനൂത്ത് അന്ന് രാജറാണിയായി കളിച്ചതോർത്തിടുന്നുണ്ടോ കൽബിൽ മാഞ്ഞു പോണുണ്ടോ പൂച്ചെടിപ്പൂവിൻ്റെ മൊട്ട് പറിച്ച് കാതിൽ കമ്മലിട്ട് ഉച്ചവേലിൽ സാക്ഷിയായി കഴിഞ്ഞ കാനോത്ത് അന്ന് രാജറാണിയായി കളിച്ചതോർത്തിടുന്നുണ്ടോ കൽബിൽ മാഞ്ഞു പോണുണ്ടോ പന്തലന്മാവിൻ്റെ ചോട്ടിൽ മോന്തി നേരത്തേരുട്ടിൽ മോളെയെന്നും വിളിച്ചാൽ പോകുവാനുള്ള തിരക്കിൽ മംഗല പുതുനാരിയെപ്പോൽ വീടണഞ്ഞില്ലേ അന്ന് നീ കരഞ്ഞില്ലേ പൂച്ചെടിപ്പൂവിൻ്റെ മൊട്ട് പറിച്ച് കാതിൽ കമ്മലിട്ട് ഉച്ചവേലിൽ സാക്ഷിയായി കഴിഞ്ഞ കാനോത്ത് അന്ന് രാജറാണിയായി കളിച്ചതോർത്തിടുന്നുണ്ടോ കൽബിൽ മാഞ്ഞു പോണുണ്ടോ. ഇപ്പോൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മ്യൂസിക് ഡയറക്ഷനിലാണ്. അപ്പോൾ പഴയ പാട്ടുകൾക്ക് പുതിയതായിട്ടുള്ള ടൂണുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. മാറ്റിയിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു പുതുമ ഉണ്ട്. ഈ പുതിയ ഗായകർ എഴുതുന്ന പോലെ തന്നെ പുതിയ ചൊടികളൊക്കെ കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കയ്യിലാണ് കൂടുതൽ കാര്യങ്ങൾ. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഒരുപാട്. ഞാൻ തന്നെ ഈ വർഷത്തേക്ക് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് മോയിൻകുട്ടി വൈദ്യരെ പാട്ട് പുതുതായിട്ട് ട്യൂൺ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ട്യൂൺ ചെയ്യുന്നതിലാണ് ഇപ്പോൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് എല്ലാവരും. ഈ ഗവേഷണം നേരത്തെ പറഞ്ഞു, അപ്പോൾ ഈ ഫോക്ലോറിലായിരുന്നു ഗവേഷണം. അപ്പോൾ അത് ഈ ഫോക്ലോർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാപ്പിള കലകളോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ടാണോ അങ്ങനെ ആ വിഷയം എടുക്കാൻ കാരണം? അങ്ങനല്ല. ഫോക്ലോറിൽ ഞാൻ മുന്നേ ഫോക്ലോറിൽ ഒരു 8th പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു ഫോക്ലോർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്ന് അറിയുന്നത്. പക്ഷെ അതിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ PG എത്തിയ സമയത്ത് എനിക്കൊരു ഇൻട്രസ്റ്റ് ചെയ്യണം, റിസർച്ച് ചെയ്യണം എന്നൊരു താല്പര്യം, അങ്ങനെ എൻട്രൻസ് എഴുതിയതാണ്. അപ്പോൾ ഫോക്ലോറിൽ അഡ്മിഷൻ കിട്ടി. പക്ഷെ കൂടുതലും ഫോക്ക് ആർട്സ്, ഫോക്ക് കൾച്ചേഴ്സ് ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. മാപ്പിളപ്പാട്ട് മാപ്പിള കലകൾ ചെറിയൊരു ഭാഗം പഠിപ്പിക്കുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതെ, നമുക്ക് കൂടുതൽ വേണമെങ്കിൽ നമുക്കതിൽ ഫോക്കസ് ചെയ്ത് സെമിനാർസും പ്രൊജക്ട്സും ഒക്കെ ചെയ്യാനേ ഉള്ളൂ. പക്ഷെ കൂടുതലായിട്ടും എല്ലാ കലാരൂപങ്ങളും അതുപോലെ നമ്മുടെ കൾച്ചേഴ്സും കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കൾച്ചേഴ്സൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് മുന്നേ ഞാനൊരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു. ബദ്രുദ്ദീൻ മാഷാണ് അത് രചിച്ചിട്ടുള്ളത്. അതുപോലെ സാദിഖ് മാഷാണ് അതിന് ഈണം നൽകിയിട്ടുള്ളത്. അന്ന് ജാബിർ കണ്ണൂരാണ് ഈ പാട്ട് ഞങ്ങളെ പരിശീലിപ്പിച്ചത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ സാധാരണയായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാട്ടാണ്. തിരുനൂറിൻ ബങ്കീഷത്തിൽ ചൊങ്കേറുന്നലിയാർ തിരുതീയ ഖിലാഫത്തിൽ പിറബന്ധാര പുലിയാർ തിരുമുത്തിൻ മകൾ പതിയെ തരമുന്തും ഇണതണിയെ പൊന്താലം തന്നിലതേ ചിന്താരം ബന്ധവരെ ഉതിമതിയതു തര പുകളുകൾ ഇതുവിധ മധുമതിയ ദിനശകെ എങ്കൾ പാടി ഉങ്കൾ ചേതി രംഗിൽ കൂടി തിരുനൂറിൻ ബങ്കീഷത്തിൽ ചുങ്കേറുന്നലിയാ. ഭർത്താവ് ഈ ഫീൽഡ് തന്നെയാണല്ലോ? ആള് കോൽക്കളി പരിശീലകനാണ്. അപ്പോൾ അത് നേരത്തെ വിവാഹത്തിന് മുമ്പേ അങ്ങനെയാണോ അതോ? ഒരുപാട് വർഷമായി ഈ രംഗത്തുണ്ട്. അപ്പം അങ്ങനെ ഒരാളെ സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുത്തത് അങ്ങനെ തിരഞ്ഞെടുത്തതല്ല. പക്ഷേ എങ്ങനെയോ അൺഫോർച്ചുനേറ്റ്ലി കല്യാണം സംഭവിച്ചതാണ്. പക്ഷേ എൻ്റെ ഗുരുക്കന്മാർ തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് ഇടപെട്ടതൊക്കെ. അതായത് ഗുരുക്കന്മാരെ കൊണ്ടുവന്നിട്ടുള്ളൊരു റിലേഷനായിരുന്നു. ഇപ്പോൾ എന്താ ശരിക്കും ചെയ്യുന്നത്? ഞാനിപ്പോൾ ഫോക്ലോറിൻ്റെ നെറ്റ് പ്രിപ്പയർ ചെയ്യാണ്. ഇനി ചെയ്യണം. സ്റ്റേജ് പ്രോഗ്രാമുകൾ വേറുണ്ട്? സ്റ്റേജ് പ്രോഗ്രാം അല്ല, ക്ലാസ് മാപ്പിളപ്പാട്ട്. അതെ, മാപ്പിളപ്പാട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്.
ഇപ്പോൾ നിലവിൽ 2 ഓൺലൈൻ ബാച്ചസാണ് ഉള്ളത്. കൂടുതലായിട്ടും കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഉള്ളത്. പിന്നെ എറണാകുളം, അതുപോലെ ആലപ്പുഴ, തിരുവനന്തപുരം ഒരുപാട് കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നുണ്ട്. താമസം കൊണ്ടോട്ടിയാണ്. അതെ അതെ. പുന്നാര മഹ്മൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂവൊത്ത ഫാത്തിമ്മ സുഹ്റാക്കുള്ളിൽ കുഴലൂത്ത്. പുന്നാര മഹ്മൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂവൊത്ത ഫാത്തിമ്മ സുഹ്റാക്കുള്ളിൽ കുഴലൂത്ത്. കണ്ണാടി കവിളത്ത് ബീവിക്കുണ്ടൊളി മത്താപ്പ് കാനോത്ത് രാവിനായി നീലാകാശമേലാപ്പ്. ഫാത്തിമുലമ്മേ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവി തൻ കാനോത്തിന്നാണ്. പുന്നാര മഹ്മൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂവൊത്ത ഫാത്തിമ്മ സുഹ്റാക്കുള്ളിൽ കുഴലൂത്ത്.